Hi all, welcome back. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് സെക്കൻഡ് മോഡ്യൂളിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചു. അവസാനത്തെ ക്ലാസ്സിൽ സ്ട്രെയിൻ എനർജിയെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ എനർജി വെച്ചിട്ട് സ്ട്രെയിൻ എനർജിന്റെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജസ്റ്റ് നമുക്ക് ആ 3-4 ഇക്വേഷൻസ് അറിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. So let us start solving those problems. അതിനു മുൻപേ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. The first one was about strain energy. Strain energy is nothing but sigma square 2E/v. Strain energy എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഡിഫോർമേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഡിഫോർമേഷൻ കൊണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിക്കാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയാം. ഈ സ്ട്രെയിൻ എനർജി വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? റിസൈലിയൻസ് എന്ന് വിളിക്കും, അല്ലെ? റെസിലിയൻസ് എന്ന് വിളിക്കും. റെസിലിയൻസിന്റെ ഇക്വേഷൻ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെയിൻ എനർജി വാട്ട് എവർ വി ഹാവ് ഗിവൺ. അതായത് രണ്ടും കൂടി കോയിൻ ചെയ്താണ് പറയാറ്. എലാസ്റ്റിക് ലിമിറ്റിന്റെ താഴെയുള്ള സ്ട്രെയിൻ എനർജിയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി പ്രൂഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് സോണിൽ സ്ട്രെയിൻ എനർജി വരുന്ന മാക്സിമം വാല്യൂ ആണ്. അതായത് ഇവിടെയുള്ള സ്ട്രെസ്സിന് പകരം എലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രൂഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് ഈസ് sigma y square 2e into v. Next, modulus of resilience. Modulus of resilience എന്ന് പറഞ്ഞാൽ proof resilience per volume. So sigma y square by 2e. ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എനർജിന്റെ ജനറൽ ഇക്വേഷൻസ്. റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ് ആൻഡ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ചില കണ്ടീഷൻസ്, ലോഡിംഗ് കണ്ടീഷനിൽ വരുന്ന സ്ട്രെസ് വാല്യൂസ് ആയിരുന്നു, അല്ലെ? സോ സ്ട്രെസ് വാല്യൂസ് ഒന്നാമത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, അതായത് 0 തൊട്ട് ഡെൽറ്റ വരെ ഡിഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ 0 തൊട്ട് പി വരെ ലോഡ് പല സ്റ്റേജിലായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയും. ആ സമയത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു P/A, യൂഷ്വൽ ഉള്ള നമ്മുടെ സ്ട്രെസ് ഇക്വേഷൻ, ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഫോർ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഇനി സെയിം ലോഡ് പെട്ടെന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം 0 തൊട്ട് ഡെൽറ്റ വരെ നടക്കുന്ന നമ്മുടെ ഡിഫോർമേഷന്റെ സമയത്ത് പി എന്ന് പറയുന്ന ലോഡ് ആദ്യം തൊട്ട് അവസാനം വരെ പി ആയിട്ട് തന്നെ നിൽക്കുന്നു എങ്കിൽ അത് സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. ദെൻ യുവർ സ്ട്രെസ് വാല്യൂ വിൽ ബി ട്വൈസ് ദ ഫസ്റ്റ് കേസ്, അല്ലെ? 2/2 into P/A, ദാറ്റ് ഈസ് സഡൻലി അപ്ലൈഡ് ലോഡ്. അടുത്ത ഇമ്പാക്ട് ലോഡ്. ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്യൂറേഷനിൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ലോഡ്. പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഹൈറ്റിൽ നിന്ന് വീണ് അതിനുശേഷം മാത്രമേ ലോഡ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അത് ഇമ്പാക്ട് ലോഡാണ്. അതായത് ഒരു ലോഡ് അല്ലെങ്കിൽ സപ്പോസ് ഒരു വെയിറ്റ് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് വന്ന് വീണിട്ട് ആണ് ലോഡ് അപ്ലൈ ചെയ്ത് പിന്നീട് സ്ട്രെയിനിങ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇമ്പാക്ട് ലോഡ് വെക്കും. അങ്ങനെ ഇമ്പാക്ട് ലോഡിന്റെ കേസിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു P/A into 1 plus square root of 1 plus 2EH/PL. ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് നമുക്കറിയാം. യു എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജിയാണ്. സ്ട്രെയിൻ എനർജി ഓർ വർക്ക് ഡൺ, ബോത്ത് ആർ ഈക്വൽ എന്ന് നമ്മൾ കണ്ടു. സ്ട്രെയിൻ എനർജി ഓർ വർക്ക് ഡൺ which is joule or newton meter. നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലേ, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. അതിനെ നമ്മൾ ജൂൾ എന്നും വിളിക്കും. അടുത്ത സ്ട്രെസ് ഇൻ ബാർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. നെക്സ്റ്റ് സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ്. എലാസ്റ്റിക് ലിമിറ്റിന് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് സിഗ്മ വൈ, ദാറ്റ് ഈസ് അഗൈൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇ ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വി ഈസ് ദ വോളിയം ഓഫ് ദ ബാർ, ആ ബാറിന്റെ വോളിയം, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് ലോഡ്, we usually represent it as Newton or kilonewton. Then area of cross section of the bar, bar cross sectional area which is meter square. Then L is the length of the bar. H എന്ന് പറയുന്നത് ഇമ്പാക്ട് ലോഡിലെ കേസിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുൻപ് ട്രാവൽ ചെയ്യുന്ന ഹൈറ്റ്, ദാറ്റ് ഈസ് H. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഈ 3-6 ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം, നമ്മൾ ലോഡിംഗ് കേസാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യനിൽ നോക്കുക, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണോ, സഡൻലി അപ്ലൈഡ് ലോഡ് ആണോ, ഇമ്പാക്ട് ലോഡ് ആണോ. ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ സ്ട്രെസ് P/A ആണ്. അപ്പൊ നിങ്ങൾക്ക് P/A സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് സിഗ്മ സ്ക്വയർ ബൈ 2ൽ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതേസമയത്ത് സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് 2 times P/A. അപ്പൊ 2 times P/A ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ട്രെസ് ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ലോഡ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ സ്ട്രെസ് വെച്ച് സ്ട്രെയിൻ എനർജി, റെസിലിയൻസ് ഒക്കെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എ പ്രൊസീജിയർ യു വിൽ ബി അഡോപ്റ്റിംഗ്. നമ്മളൊരു ചെറിയ 3 പ്രോബ്ലംസ് ചെയ്യും. യു വിൽ ഗെറ്റ് more understanding about the solving of these problems. Okay,
So let us solve some problems. The first question is this. You have a bar of 3 meter length and 60 millimeter diameter, which is subjected to a tensile load of 200 kilonewton. Find stress, elongation, and strain energy when the load is applied suddenly. Take modulus of velocity equal to 2 into 10 raised to 5 Newton per meter square. Direct substitution ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്നോ. സോ ഫസ്റ്റ് ബാറിന്റെ ലെങ്ത് 3 മീറ്റർ തന്നിട്ടുണ്ട്, ബാറിന്റെ ഡയമീറ്റർ 60 mm ആണ് തന്നിട്ടുണ്ട്, ലോഡ് എത്രയാണ് 200 കിലോ ന്യൂട്ടൺ ആണ്. നമുക്ക് ഡയമീറ്റർ കിട്ടിയ സ്ഥിതിക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ഏരിയ അല്ലേ. ഏരിയ is nothing but pi by 4 d square. Pi by 4 into 60 square, you will get the answer as 2827.4 mm square. So these are the given data plus modulus of velocity. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്, സ്ട്രെസ് ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്ട്രെസ് ഫോർ എ സഡൻലി അപ്ലൈഡ് ലോഡ്? നമ്മൾ ജസ്റ്റ് കണ്ടു 2 times p by a അല്ലെ. ലോഡ് സഡൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് ഈസ് 2 times p by a. നിങ്ങൾക്ക് p ന്റെ വാല്യൂ അറിയാം, a ന്റെ വാല്യൂ അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് ദ ആൻസർ. വാട്ട് ഈസ് p? 200 into 10 raised to 3. It is not 103, it is 10 raised to 3, I'm sorry. Divided by area 2827.4 into 2. That is your stress. Suddenly applied load ആയതുകൊണ്ട് 2 times p by a ആണ് സ്ട്രെസ് വരിക. And that stress is 141.5 Newton per mm square. You got the stress here. അടുത്തത് ചോദിച്ചിരിക്കുന്നത് എലോങ്ങേഷൻ ആണ്. എങ്ങനെയാണ് സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ എലോങ്ങേഷൻ കണ്ടുപിടിക്കുക? സ്ട്രെസ്സും എലോങ്ങേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാം. സോ എലോങ്ങേഷൻ മീൻസ് ഡെൽറ്റ എൽ അല്ല, ചേഞ്ച് ഇൻ ലെങ്ത്. എലോങ്ങേഷൻ അറിയാവുന്ന നമുക്കൊരു ഇക്വേഷൻ ഏതാ ഉള്ളത്? സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ നമുക്ക് സ്ട്രെയിൻ അറിയുമെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെയിൻ അറിയുമെങ്കിൽ എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. സ്ട്രെസ് നമുക്കറിയാം. സ്ട്രെസ് സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ ആണ് മോഡുലസ് ഓഫ് വെലോസിറ്റി. മോഡുലസ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ മോഡുലസ് ഓഫ് വെലോസിറ്റി സ്ട്രെസ് അറിയിക്കും, സ്ട്രെയിൻ കണ്ടുപിടിക്കാം, സ്ട്രെയിൻ അറിയെങ്കിൽ എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. ഇത് ഇത്ര സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പിൽ എല്ലാം കൂടെ എഴുതിയിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇൻറ്റു എൽ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിൽ നിന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. എപ്സിലോൺ ഇൻറ്റു എൽ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓർ എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ പറയുന്നത് മോഡുലസ് ഓഫ് വെലോസിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ ഈസ് സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി. സോ ആ ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. സിഗ്മ ബൈ ഇ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ഒറിജിനൽ ലെങ്ത്. ഇങ്ങനെ ഒരു സിംഗിൾ ഇക്വേഷൻ ആയിട്ട് മാറ്റിയേ ഉള്ളൂ. നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ രണ്ട് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തു. ഒന്ന് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. രണ്ടാമത്തെ ഇക്വേഷൻ മോഡുലസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. രണ്ടും കൂടെ മാറ്റി എഴുതി. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് നത്തിങ് ബട്ട് സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ആൻഡ് സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി. അങ്ങനെയാണ് ഈ സിഗ്മ ബൈ ഇൻറ്റു എൽ എന്ന് കിട്ടിയത്. നമ്മൾ കാൽക്കുലേഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. സോ വാട്ട് ഈസ് യുവർ സ്ട്രെസ്? 141.5. What is your modulus of velocity? 2 into 10 raised to 5. And what is your length? It is 3 meter. So substitute here. 141.5 Newton per mm square ആണ്. ഇവിടെ 2 into 10 raised to 5 Newton per mm square ആണ്. Both are Newton per mm square. You don't have to worry about this. And then you have the length 3 meter. So എല്ലാ mm ആയതുകൊണ്ട് അതിനെ ഞാൻ mm ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു into 1000. So you get the answer as 2.12 mm. Just substitution മാത്രമേ ഉള്ളൂ. So if you get the stress, that stress should be based on the loading condition. Sudden ആണെങ്കിൽ 2 times p by a, gradually ആണെങ്കിൽ p by a, impact ആണെങ്കിൽ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. ആ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. അടുത്തത് ചോദിച്ചിരിക്കുന്നത് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബാർ when the load is applied suddenly. What is the strain energy stored when load is applied suddenly? Strain energy doesn't matter. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സിഗ്മ സ്ക്വയർ ബൈ 2 ഇ ഇൻറ്റു വി അല്ലെ. സിഗ്മ സ്ക്വയർ ബൈ 2 ഇ ഇൻറ്റു വി, വി ഇസ് ദ വോളിയം ഓഫ് ദ ബാർ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ്. സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 141.5 Newton per mm square. What is the value of E? Modulus of velocity is 2 into 10 raised to 5 Newton per mm square. And volume is nothing but area into length അല്ലെ. ഏരിയനെ ലെങ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും ആ ബാറിന്. So everything is simple. Substitute these equations. So sigma is 141.5 square divided by 2 into 10 raised to 5. 2 into 10 raised to 5 is your modulus of velocity into 2827.4, which is your area into the length.
3 into 10 raised to 3. 3 into 10 raised to 3 എഴുതാൻ കാരണം എല്ലാ mml ആയതുകൊണ്ട് mml ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. You will get the answer as 424.58 into 10 raised to 3 Newton per mm square. Sorry, Newton mm. That is force into displacement ആണല്ലോ. Newton into mm. That is 424.58 Newton mm. അതിന് 10 raised to 3 ഒഴിവാക്കി കഴിഞ്ഞാൽ you will get is Newton meter. Newton meterന്റെ വേറൊരു പേരാണ് Joule. So strain energy is 424.58 Joule അല്ലെങ്കിൽ 424.58 Newton meter. ഇങ്ങനെയാണ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വാല്യൂസിൽ എടുത്തെഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ്സ് നോക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. There is a 10 millimeter diameter bar which is of length 1.5 meter and is stressed by a weight 120 Newton dropping freely through 20 mm before commencing to stretch the bar. Find the maximum instantaneous stress and the elongation produced in the bar. You are given with modulus of velocity. So question വായിച്ചു നോക്കാം. ഇവിടെ weight 120 Newton dropping freely through 20 mm before commencing to stretch the bar എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? It is not gradually applied, it is not suddenly applied. പക്ഷെ it is an impact load അല്ലേ? വെയിറ്റ് ബാറിനെ എലോങ്ങേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്, അതായത് 20 mm ഫാള് ചെയ്യുന്നുണ്ട്, ഫാളിങ് ഫ്രീലി. സോ ഇറ്റ് ഈസ് ഫാളിങ് ബിഫോർ അപ്ലൈയിങ് ലോഡ് ടു ദ ബോഡി, ദെൻ ഇറ്റ് ഈസ് ഇമ്പാക്ട് ലോഡ്. സോ ഇമ്പാക്ട് ലോഡ് കേസാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ കണ്ടീഷൻ ലുക്സ് ലൈക്ക് ദിസ് വൺ അല്ലേ? ഒരു ബാറുണ്ട്, ഒരു വെയിറ്റ് താഴോട്ട് താഴുന്നു, വെയിറ്റ് താഴെ ഇതിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. എച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എലോങ്ങേഷൻ പുറപ്പെടുവിക്കും. സോ വാട്ട് ആർ ദി ഗിവൺ ഫാക്ടേഴ്സ്? നമുക്കറിയാം സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2EH ബൈ PL. ഇതാണ് ഇമ്പാക്ട് ലോഡിന്റെ സ്ട്രെസ് അല്ലെ? ഇമ്പാക്ട് ലോഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്ട്രെസ് ഇതാണ്. നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന വാല്യൂ ഏതൊക്കെയാണ്? ലോഡ് തന്നിട്ടുണ്ട് 120 Newton ആണ്. ദാറ്റ് ഈസ് ഡ്രോപ്പിംഗ്. Length of the bar is 1.5 meter. That is also given. Then diameter of the bar, that is 10 mm. Then height of fall, എത്ര ഹൈറ്റിലാണ് ആ ലോഡ് വീഴുന്നത് തന്നിട്ടുണ്ട് 20 mm. Now you got the diameter, you can find the area അല്ലേ? Area is equal to pi by 4 d square. So pi by 4 into 10 square, you will get 78.54 mm square. That is your area. Next you have to find stress. Stress കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യൂണിറ്റ് മാത്രം നോക്കുക. ഇത് ന്യൂട്ടൺ ആണ്. P is 120. Then next one is area. Area നമ്മൾ കണ്ടുപിടിച്ചു 78.54 in mm square. 1 plus root of 1 plus then 2. It's 2 itself. 2 into 10 raised to 5. You have 2 into 10 raised to 5 into 78.54. Area is 78.54 into H is 20 divided by P again 120. Next L മീറ്ററിലാണ്, ബാക്കിയെല്ലാം mm ആയതുകൊണ്ട് 1.5 into 1000. Just substitution ആണ്. Just have to understand what all things are what, and you have to remember this equation. If you know that, the problem is so simple. So substitute here, you will get the stresses 91.82 Newton per mm square. You got the stresses 91.82 Newton per mm square. സ്ട്രെസ് കിട്ടി. ഇനി അവർ പറയുന്ന എലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ്. എലോങ്ങേഷൻ നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞിരുന്നു. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ ആ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദി ഇക്വേഷൻ ഈസ് സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി ഇൻറ്റു ലെങ്ത്. വാട്ട് ഈസ് സ്ട്രെസ്? യു ജസ്റ്റ് ഫൗണ്ട് ഔട്ട് 91.82. and what is modulus of elasticity? 2 into 10 raised to 5. It is 2 into 10 raised to 5 into length is 1.5 into 1000. Length is 1.5 into 1000. You will get the answer as 0.69 mm. പറയുന്നു ജസ്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം, ഏതൊക്കെയാണ് ഇക്വേഷനിൽ ഓരോ സാധനങ്ങൾ അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ലോഡ് ഐഡന്റിഫൈ ചെയ്യുക, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. And you just substitute in the equation, you will get the answer. This is your second question. Third question, usually നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. There is a steel bar which is 15 millimeter in diameter and produced an extension of 0.1132 millimeter when subjected to a gradually applied load
of 20 kilonewton over a length of 200 millimeter. Calculate strain energy stored in the bar, proof resilience and modulus of resilience if the load at elastic limit is 35 kilonewton. Take E is equal to 2 into 10 raised to 5 Newton per mm square. Okay. ഇത് സാധാരണ കണ്ട് വരുന്നൊരു ചോദ്യമാണ്. നിങ്ങൾക്കൊരു സ്റ്റീൽ ബാർ തന്നിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, ഒരു ലോഡ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് അതിന് വരുന്ന സ്ട്രെയിൻ എനർജി എന്താണ്? ഇഫ് എലാസ്റ്റിക് ലിമിറ്റിൽ സ്ട്രെസ് ഇതാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൂഫ് റെസിലിയൻസ്, വാട്ട് ഈസ് ദ മോഡുലസ് ഓഫ് റെസിലിയൻസ്? ഇതാണ് ചോദ്യം. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ആർ ഗിവൺ? ഒന്നാമത് ലോഡ് തന്നിട്ടുണ്ട്, 20 kilonewton ടെൻഷൻ ലോഡിൽ അപ്ലൈ ചെയ്തു. That L is length of the bar. What is the length of the bar? 200 mm. So you got the length of the bar. Then ഇതിനകത്ത് എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. ഈ 20 kilonewton കൊടുത്തു കഴിയുമ്പോൾ ആ ലെങ്ത് L ഉള്ള ബാറിന് ഡെൽറ്റ എൽ എലോങ്ങേഷൻ സംഭവിക്കുന്നു. ദറ്റ് എലോങ്ങേഷൻ is 0.1132 mm. നമുക്കിവിടെ എലോങ്ങേഷൻ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ 0.1132 mm. And the diameter of the bar 15 mm. Diameter 15 mm. And the load at the elastic limit. ഈ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡറിങ് സം ഇൻസ്റ്റന്റ് ലോഡ് 20 kilonewton ആണ്. ആ ലോഡ് കൂടി എലാസ്റ്റിക് ലിമിറ്റിൽ എത്തുമ്പോൾ 35 kilonewton ആവും. സോ വി വിൽ കോൾ ഇറ്റ് ആസ് PY. എലാസ്റ്റിക് ലിമിറ്റിലെ ലോഡാണ് വിച്ച് ഇസ് PY 35 kilonewton. എലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ദാറ്റ് ഇസ് 35 kilonewton. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് എടുക്കാൻ പറ്റും അല്ലേ? ഡയമീറ്റർ ഉണ്ട്, ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ ചെയ്തു, ഏരിയ കിട്ടി. അഗൈൻ ഏരിയ അറിയാം, ലെങ്ത് അറിയാം. വാട്ട് യു ക്യാൻ ഫൈൻഡ്? വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഏരിയ ഇൻറ്റു ലെങ്ത്. വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ 176.72, ലെങ്ത് ഈസ് 200 mm. You will get the volume as 35,344 millimeter cube. So ഏരിയ കിട്ടി, വോളിയം കിട്ടി. ഇത് നമുക്ക് സ്ട്രെയിൻ എനർജിയും പ്രൂഫ് റെസിലിയൻസും ഒക്കെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുള്ളതുകൊണ്ട് നമുക്കറിയാം അതല്ല ഏരിയയും വോളിയം ഒക്കെ ആവശ്യമുണ്ട്. ഇനി ലോഡ് അറിയാം, ഏരിയ അറിയാം അല്ലെ? ലോഡും ഏരിയയും അറിയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ട്രെസ് കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ടൈപ്പ് ലോഡാണ്? ഗ്രാജുവലി അപ്ലൈഡ് ആക്സിയൽ ലോഡാണ് അല്ലെ? ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആകുമ്പോൾ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് P/A ആണല്ലോ. ഗ്രാജുവലി അപ്ലൈഡ് ലോഡിൽ P/A ആണെന്നും സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ 2P/A ആണെന്നും ഇമ്പാക്ട് ലോഡ് ആണെങ്കിൽ ആ ഇക്വേഷൻ വെച്ചാണെന്നും നമുക്കറിയാം. സോ ഹിയർ ഇറ്റ് ഈസ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സോ ദ സ്ട്രെസ് വിൽ ബി P/A. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് P/A, യു വിൽ ഗെറ്റ് ഫോർ 20 kilonewton നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഇറ്റ് ഈസ് 20 into 10 raised to 3 by 176.72. You will get the answer as 113.70 Newton per mm square. That is the stress corresponding to 20 kilonewton load. 20 into 10 raised to 3 by 176.72. You will get the answer as 113.70 Newton per mm square. That is the stress corresponding to the 20 kilonewton load. ഇനി നമുക്ക് എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് ലോഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 35 kilonewton. എലാസ്റ്റിക് ലിമിറ്റിലെ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റിന്റെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ദ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്? Stress at elastic limit is nothing but load at elastic limit divided by area. What is the load? 35. Area is 176. You get sigma y, which is the stress at elastic limit, which is equal to Py/A. 35 into 10 raised to 3 divided by 176.72. 35 into 10 raised to 3 divided by 176.72. You will get the answer as 198.05 Newton per mm square. നമുക്ക് സ്ട്രെസ് 20 kilonewton കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കിട്ടി, എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിൻ എനർജി ആണ്, രണ്ടാമത് പ്രൂഫ് റെസിലിയൻസ് ആണ്, മൂന്നാമത് മോഡുലസ് ഓഫ് റെസിലിയൻസ് ആണ്. സോ ഗിവൺ ഡാറ്റ കണ്ടു, ഗിവൺ ഡാറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സും കണ്ടു. ഏരിയ, വോളിയം, സ്ട്രെസ് അറ്റ് 20 kilonewton ആൻഡ് സ്ട്രെസ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ്. ഇത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് യുവർ സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജിക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിഗ്മ സ്ക്വയർ 2E into വോളിയം, അനദർ വൺ ഈസ് ഹാഫ് P into ഡെൽറ്റ. ഇവിടെ ലോഡും എക്സ്റ്റൻഷനും ഡയറക്റ്റ് ആയിട്ട് തന്നതുകൊണ്ട് നമ്മൾ ഹാഫ് P ഡെൽറ്റ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഈസിയർ ആണ് അല്ലെ? രണ്ട് വാല്യൂസ് ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് വി ആർ യൂസിങ് ഹാഫ് P ഡെൽറ്റ. ഡെൽറ്റ കറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
എക്സ്റ്റൻഷൻ തന്നിട്ടില്ലെങ്കിൽ സിഗ്മ സ്ക്വയർ 2e ഇൻറ്റു വി ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ എക്സ്റ്റൻഷൻ തന്നതുകൊണ്ട് ഹാഫ് പി ഡെൽറ്റ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു. യു നോ ദ വാല്യൂ ഓഫ് പി വിച്ച് ഇസ് 20 കിലോ ന്യൂട്ടനാണ്, ന്യൂട്രണിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 20 ഇൻറ്റു 10⁻³ അഗെയിൻ delta L is 0.1132 mm, so it is 0.1132. So you get the answer of strain energy as 1132 Newton millimeter. അല്ലെങ്കിൽ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്ത 1.132 ജൂൾ. സോ വട്ട് എവർ ബി ദ ആൻസർ, നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ യൂണിറ്റ് മെൻഷൻ ചെയ്താൽ മതി. ഇതിപ്പോ നിങ്ങൾ ജൂളിലാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ 1.132 ജൂൾ ആയിരിക്കും. ഇവിടെ ഞാൻ ന്യൂട്ടൺ പെർ എം ആണ് മെൻഷൻ ചെയ്തത്. സോ 1132 ന്യൂട്ടൺ millimeter. That is your strain energy. Strain energy equation half പി ഡെൽറ്റ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ 2e ഇൻറ്റു വോളിയം, നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. ഇവിടെ ഡെൽറ്റ അതായത് എക്സ്റ്റൻഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ യു ഗോട്ട് സ്ട്രെയിൻ എനർജി. വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് പ്രൂഫ് റെസിലിയൻസ് or modulus of resilience if the load at elastic limit is 35 kilonewton. സോ നമ്മൾ പഠിച്ചിരുന്നു റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റ് താഴെ, അതായത് എലാസ്റ്റിക് സോണിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ കറസ്പോണ്ടിങ് സ്ട്രെസ്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ആണ് റെസിലിയൻസ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, സ്ട്രെയിൻ എനർജി ഓർ റെസിലിയൻസ്. അടുത്തത് പ്രൂഫ് റെസിലിയൻസ് കണ്ടുപിടിക്കണം. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്ട്രെയിൻ എനർജി that which is stored is the maximum value, so that there is no extension happening. After the extension there is no permanent deformation retained. If the load is released, the body will retain its original position. Permanent deformation ഇല്ലാതെ മാക്സിമം ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ട്രെയിൻ എനർജിക്കാണ് നമ്മൾ എന്ത് പറയാ? പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയാം. സോ പ്രൂഫ് റെസിലിയൻസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് ആണ്. എലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. നമുക്കിവിടെ എലാസ്റ്റിക് ലിമിറ്റിലെ ലോഡ് തന്നിട്ടുണ്ട് 35 കിലോന്യൂട്ടൺ. അതിന്റെ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുക? ലോഡ് ബൈ ഏരിയ. സഡൻലി അപ്ലൈഡ് ലോഡ് ആണല്ല, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് യു കെൻ ജസ്റ്റ് സേ P/A. ഇഫ് ഇറ്റ് വാസ് സഡൻലി അപ്ലൈഡ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 2P/A. ഇവിടെ നമുക്ക് ഗ്രാജുവലി അപ്ലൈഡ് ആയതുകൊണ്ട് സ്ട്രെസ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ് ഈസ് ലോഡ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ലോഡ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ് ഈസ് 35 × 10⁻³ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. യു ഗോട്ട് ദ ആൻസർ ഓഫ് സ്ട്രെസ് ഹിയർ അല്ലെ, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് 198.05 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ്. സോ അതറിയാമെങ്കിൽ നമുക്ക് പ്രൂഫ് റെസിലിയൻസ് കണ്ടുപിടിക്കാം. പ്രൂഫ് റെസിലിയൻസ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ y square by 2e into v. Sigma y you found out here 198.05 square divided by your e 2 into 10⁵ into volume 35,344. This all length is in millimeter and all loads are in Newton. So you will get the answer in Newton millimeter, which is 3,466 Newton millimeter അല്ലെങ്കിൽ 3.46 ജൂൾ എന്നും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് പ്രൂഫ് റെസിലിയൻസ്. ഇനി ജസ്റ്റ് ഇക്വേഷൻ അറിയിക്കാൻ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ജസ്റ്റ് ഐഡന്റിഫൈ വിച്ച് ലോഡ് യു ഹാവ് ടു അപ്ലൈ, വിച്ച് സ്ട്രെസ് യു ഹാവ് ടു അപ്ലൈ. ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് സിംപ്ലർ. ഇവിടെ നമ്മൾ പ്രൂഫ് റെസിലിയൻസ് ആയതുകൊണ്ട് എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് എടുക്കുന്നു. ഇവിടെ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റെസിലിയൻസ് ആണ്, വിച്ച് ഈസ് ലോഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ബിലോ ദ എലാസ്റ്റിക് ലിമിറ്റ്. റെസിലിയൻസ് എന്ന് ചോദിച്ചാൽ ഇവിടെ 20 കിലോന്യൂട്ടനാണ് അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രെസ്. നമ്മളിവിടെ സ്ട്രെസ് എടുക്കുന്നതിന് പകരം ലോഡ് എക്സ്റ്റൻഷനും തന്നതുകൊണ്ട് അത് വെച്ചിട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൂഫ് റെസിലിയൻസ് ബൈ വോളിയം അല്ലെ. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് വിളിക്കുക. സോ ജസ്റ്റ് സിഗ്മ സ്ക്വയർ ബൈ 2e വിച്ച് സിഗ്മ. പ്രൂഫ് റെസിലിയൻസ് ബൈ വോളിയം ആണ്. പ്രൂഫ് റെസിലിയൻസ് ഈസ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെ. സോ എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് ബൈ 2e ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് റെസിലിയൻസ് കിട്ടും. That is equal to 198.05 square divided by 2 into 2 into 10⁵. You will get the answer as 0.098 Newton mm. ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ, ഏത് ഇക്വേഷനിൽ ഓരോ വാല്യൂ എന്താണെന്ന് അറിയാമെങ്കിൽ യു ക്യാൻ സോൾവ് ദ ആൻസർ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ലോഡ് ആണ്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ P/A ആയിരിക്കും. സഡൻലി അപ്ലൈഡ് ആണെങ്കിൽ 2P/A ആയിരിക്കും. ഇമ്പാക്ട് ആണെങ്കിൽ മറ്റേ ഇക്വേഷൻ ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ച് സ്ട്രെസ് കണ്ടുപിടിക്കുക. then you substitute in the equation, you will get the answer. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. So just practice these problems. By this we come to an end of
module 2. Next class we will start module 3, dealing with shear force and bending moment. Okay, bye.